ഫെബ്രുവരി 24 2022 യുദ്ധം തുടങ്ങിയത്. എസ് കെനെ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് ആ യുദ്ധം തുടങ്ങിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 4 വർഷം തികയാൻ പോകുന്നു. അതിനിടയിലാണ് ഉക്രൈൻ സേന റഷ്യയെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ, കരിങ്കടലിലെ, ബ്ലാക്ക് സീയിലെ തുറമുഖങ്ങളിൽ ആക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല, അവിടെ തീ പിടിച്ച് ഈ തുറമുഖ പ്രദേശങ്ങളിലൊക്കെ തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണം റഷ്യക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് യുക്രൈൻ്റെ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ വൻ ആക്രമണം വരുന്നു. പ്രത്യേകിച്ച് ജനീവയിൽ ചർച്ച ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടു മുൻപായിട്ട് ഈ ആക്രമണം നടക്കും എന്നുള്ള രീതിയിലാണ് സെലൻസ്കി പറഞ്ഞത്. അവർക്കുള്ള ഇന്റലിജൻസ് കിട്ടിയിരിക്കുന്നതാണ്. കാരണം വലിയ അടി കിട്ടിയ റഷ്യ വെറുതെ ഇരിക്കില്ല. റഷ്യ കിഴക്കൻ ഉക്രൈനിൽ, തെക്കൻ ഉക്രൈനിലൊക്കെ വൻ ആക്രമണം, ഒരുപക്ഷെ തലസ്ഥാനമായി കീവിലും മിസൈലുകളും ഡ്രോണുകളുമായിട്ട് ആക്രമിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നു. ഒരുപക്ഷെ 4 വർഷം തികയുമ്പോൾ തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള അത്ര എളുപ്പമല്ല.